ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെം ഇൻകം ടാക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ അത്. അതായത് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ്. മേ ബി ഇത് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനും വരാം, എസ് ആയിട്ടും വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡിഫറൻസ് എഴുതുന്നതിന് മുന്നേ ആദ്യം നമ്മൾ എന്ത് എഴുതേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഈ ഡയറക്റ്റ് ടാക്സ് എന്താണ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്താ, അതിൻ്റെ ഒരു മീനിങ് ഉണ്ടല്ലോ, അതാദ്യം നമ്മളൊരു ജസ്റ്റ് ഒരു 3 ലൈനോ അല്ലെങ്കിൽ ഒരു 4 ലൈനോ ആയിട്ട് ആദ്യം നമ്മൾ എഴുതുക. അതിനുശേഷം മാത്രം കള്ളി വരച്ചിട്ട് ഡിഫറൻസ് എഴുതുക. അപ്പം തന്നെ നമുക്ക് ഇപ്പോൾ 4 പോയിൻറ്റ്സാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ആ മീനിങ് കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ 5 മാർക്കും സ്കോർ ചെയ്യാൻ കഴിയും. ഇനിയിപ്പോൾ 10 മാർക്കിൻ്റെ എസ്സേയുടെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, മീനിങ് എഴുതുക, അതിന് ശേഷം മാത്രം പട്ടികയൊക്കെ വരച്ചിട്ട് ഡിഫറൻസ് എഴുതാൻ നിൽക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡയറക്റ്റ് ടാക്സ് ഇത് ഇൻഡയറക്റ്റ് ടാക്സ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ഡയറക്റ്റ് ടാക്സിൻ്റെ മീനിങ്ങും ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ മീനിങ്ങും നോക്കാം. എനിവേ, ഡയറക്റ്റ് ടാക്സ് ഈസ് റിഫേർഡ് ടു ദ ടാക്സ് ലിവ്ഡ് ഓൺ പേഴ്സൺസ് ഇൻകം ആൻഡ് വെൽത്ത് ആൻഡ് ഇറ്റ്സ് ഡയറക്ട്ലി പെയ്ഡ് ടു ഗവൺമെൻറ്. അതായത് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ഇൻകത്തിന് മേൽ ഗവൺമെൻറ് ചുമത്തുന്ന നികുതിയാണ് എന്ത് പറയുന്നത്, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിന് പേ ചെയ്യാൻ വേണം. അതാണ് ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് ഈസ് റിഫേർഡ് ടു ദി ടാക്സ് ലിവിഡ് ഓൺ പേഴ്സൺസ് ഇൻകം ആൻഡ് വെൽത്ത് ആൻഡ് ഇറ്റ്സ് ഡയറക്ട്ലി പെയ്ഡ് ടു ഗവൺമെൻറ്. ഓക്കെ, അതാണ് ഫസ്റ്റ് അതിൻ്റെ മീനിങ് വരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് റിഫേർഡ് ടു ദി ടാക്സ് ലിവ്ഡ് ഓൺ പേഴ്സൺ ഹൂ കൺസ്യൂംഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് പെയ്ഡ് ഇൻഡയറക്ട്ലി ടു ഗവൺമെൻറ്. അതായത് ഒരു വ്യക്തി യൂസ് ചെയ്യുന്ന, കൺസ്യൂം ചെയ്യുന്ന, ഉപയോഗിക്കുന്ന ഗുഡ്സിൻ്റെ മേളിലും സർവീസിൻ്റെ മേളിലും ഗവൺമെൻറ് ചുമത്തുന്ന നികുതി, അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അത് ഇൻഡയറക്റ്റ്ലി ആയിരിക്കും ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, പേ ചെയ്യുന്നുണ്ടായിരിക്കുക. ആക്ച്വലി ഞാൻ ഡയറക്റ്റ് ടാക്സ് എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്നൊക്കെ ഇൻകം ടാക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ അതാണെന്ന് തോന്നുന്നു, പക്ഷേ അതിൻ്റെ ഡിഫറൻസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഐ തിങ്ക് ഇത് കുറച്ചധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഓക്കെ, അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ടാക്സ് ഇവിയേഷൻ ഒക്കെ നോക്കാം. ടാക്സ് ഇവിയേഷൻ ഈസ് പോസിബിൾ. അതായത് ഡയറക്റ്റ് ടാക്സിൽ എന്താണ്, ടാക്സ് ഇവിയേഷൻ പോസിബിൾ ആണ്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സിൽ ടാക്സ് ഇവിയേഷൻ ഈസ് ഹാർഡ്ലി പോസിബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് നേച്ചർ. നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയറക്റ്റ് ടാക്സിന് പ്രോഗ്രസീവ് നേച്ചറാണുള്ളത്, ഇൻഡയറക്റ്റ് ടാക്സിന് റിഗ്രസീവ് നേച്ചറാണുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. അതിൽ ഫസ്റ്റ് ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് ഈസ് പെയ്ഡ് ഡയറക്ട്ലി ടു ദി ഗവൺമെൻറ് ബൈ ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ടാക്സ് അടയ്ക്കുന്നത്, ടാക്സ് പേ ചെയ്യുന്നത് ഡയറക്ട്ലി ആണ് ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കുന്നത്. ആര്, ഇൻഡിവിജ്വൽസ്. ടാക്സ് പെയ്ഡ് ഈസ് ഡയറക്ട്ലി ടു ദി ഗവൺമെൻറ് ബൈ ഇൻഡിവിജ്വൽസ്. പിന്നെ ഇൻഡയറക്റ്റിലാണെങ്കിൽ ടാക്സ് ഈസ് പെയ്ഡ് ഇൻഡയറക്ട്ലി ടു ദി ഗവൺമെൻറ് ബൈ ഇൻഡിവിജ്വൽസ്. പക്ഷേ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത് ഇൻഡയറക്ട്ലി ആണ്. ആരടയ്ക്കുന്ന, ഇൻഡിവിജ്വൽസ്. ഓക്കെ, പിന്നെ ബേർഡൻ എന്ന് പറയുമ്പോൾ ബാധ്യത. ഓക്കെ, ബേർഡൻ കനോട്ട് ബി ഷിഫ്റ്റഡ് അനദർ പീപ്പിൾ. ഡയറക്റ്റ് ടാക്സിൽ ബേർഡൻ മറ്റൊരാളുടെയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അതായത് എനിക്കിപ്പോൾ ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ ഞാനാണ് പോയി ടാക്സ് അടയ്ക്കേണ്ടത്. അതല്ലാണ്ട് നീ പോയി അടക്കി അങ്ങനെ, അല്ലെങ്കിൽ നീയാണ് അത് അടയ്ക്കേണ്ടതെന്നൊന്നും ഞാൻ മറ്റൊരാളുടെ അടുത്തും പറയുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തന്നെയാണ് അത് അടയ്ക്കേണ്ടത്. ഓക്കെ, എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സിലോ ബേർഡൻ ക്യാൻ ബി ഷിഫ്റ്റഡ് ടു അനദർ പീപ്പിൾ. നമുക്ക് ബാധ്യത മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും. അതായത് ഇപ്പോൾ നമുക്കറിയാം, സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സും കൂടെ അടയ്ക്കുന്നുണ്ട്. ഓക്കെ, അതാണ് അത് പറയുന്നത്, ബേർഡൻ ക്യാൻ ബി ഷിഫ്റ്റഡ് ടു അനദർ പീപ്പിൾ. ഇനി ടൈപ്സ്. അതായത് ഡയറക്റ്റ് ടാക്സിൻ്റെ ടൈപ്സ് ആണ് വെൽത്ത് ടാക്സ്, ഇൻകം ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ ഡയറക്റ്റ് ടാക്സിന് എന്താണ്, എക്സാമ്പിൾസ് ആണ്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സിന് എന്തൊക്കെയാണ് എക്സാമ്പിൾസ്, സെൻട്രൽ സെയിൽ ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്, STT ഒക്കെയാണ് എന്തിന് എക്സാമ്പിൾസ്, ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഇൻഫ്ലേഷൻ. ഡയറക്റ്റ് ടാക്സ് ഈസ് ഹെൽപ്പ് ടു റിഡ്യൂസിങ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ടാക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഡയറക്റ്റ് ടാക്സ് പ്രൊമോട്ട്സ് ഇൻഫ്ലേഷൻ. പക്ഷേ എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് ഇൻഫ്ലേഷനെ പ്രൊമോട്ട് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, പിന്നെ
ടാക്സ് കളക്ഷൻ ഈസ് ഡിഫിക്കൾട്ട്. അതായത് ഡയറക്റ്റ് ടാക്സിൽ ടാക്സ് കളക്ഷൻ എന്താണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സിലോ ടാക്സ് കളക്ഷൻ ഈസ് റിലേറ്റീവ്ലി ഈസിയർ. ഓക്കെ, ടാക്സ് കളക്ഷൻ ഡയറക്റ്റ് ടാക്സിൽ എന്താണ് കുറച്ചും കൂടെ ഡിഫിക്കൾട്ടാണ്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സിൽ ടാക്സ് കളക്ഷൻ ഈസ് റിലേറ്റീവ്ലി ഈസിയർ. പിന്നെ എക്സാമ്പിൾസ്, അതായത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, മറ്റേലാണെങ്കിൽ GST, എക്സൈസ് ഡ്യൂട്ടി ഒക്കെ എന്തിന് എക്സാമ്പിൾസാണ്? ഇൻഡയറക്റ്റ് ടാക്സിനും. ഇൻകം ടാക്സും വെൽത്ത് ടാക്സും ഒക്കെ ഡയറക്റ്റ് ടാക്സിനും എക്സാമ്പിൾസ് ആണ്. പിന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ, ഇറ്റ് ഈസ് പെയ്ഡ് ആഫ്റ്റർ ദി ഇൻകം റീച്ചസ് ടു ദ ഹാൻഡ്സ് ഓഫ് ദി ടാക്സ് പേയർ. അതായത് ടാക്സ് അടയ്ക്കുന്നത് ആഫ്റ്റർ ആണ്, അതായത് എൻ്റെ കയ്യിൽ ക്യാഷ് വന്നതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ടാക്സ് അടയ്ക്കുന്നത്. ഇറ്റ് ഈസ് പെയ്ഡ് ആഫ്റ്റർ ദ ഇൻകം റീച്ചസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി ടാക്സ് പേയർ. ഓക്കെ, എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സിലോ ഇറ്റ് ഈസ് പെയ്ഡ് ബിഫോർ ഗുഡ്സ് ഓർ സർവീസ് റീച്ചസ് ടു ടാക്സ് പേയർ. എന്നാൽ അതിന് മുന്നേ തന്നെ നമ്മൾ ഗുഡ്സ് ഓർ സർവീസ് നമ്മുടെ കയ്യിൽ എത്തുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. ചില കേസിലൊക്കെ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ മുന്നേ നമ്മൾ ക്യാഷ് കൊടുത്ത് സാധനം വാങ്ങിക്കുമല്ലോ. അപ്പം അങ്ങനത്തെ കേസിലൊക്കെ സാധനം കൈ കിട്ടുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ടാക്സ് അടയ്ക്കും. അതാണത് പറയുന്നത്. പിന്നെ ചാർജ്ഡ് ഓൺ, ഇറ്റ് ഈസ് ചാർജ്ഡ് ഓൺ ഇൻകം ഓഫ് എ പേഴ്സൺ. അതായത് ഡയറക്റ്റ് ടാക്സ് ചാർജ് ചെയ്യുന്നത് എന്തിൻ്റെ മുകളിലാണ്? ഒരു വ്യക്തിയുടെ, ഒരു പേഴ്സണിൻ്റെ ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സോ ഇറ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദി സെയിൽസ് ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അതായത് സെയിൽസിൻ്റെയും പർച്ചേസിങ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും മുകളിലാണ് ഇൻഡയറക്റ്റ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. മേ ബി 5 മാർക്സിന് വരാം, എസ്സേക്കും വരും. ഞാൻ റിപ്പീറ്റ്ലി പറയാണ്, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, കാണാണ്ട് പഠിക്കരുത്. ഇതിൽ മനസ്സിലാക്കി പഠിക്കാൻ പറ്റിയ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഇതിൻ്റെ PDF വേണമെന്നുള്ളവർ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതിൽ നിന്ന് എടുക്കുക കേട്ടോ. താങ്ക് യു. ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെം ഇൻകം ടാക്സ് ആൻഡ് ലോ ഓഫ് അക്കൗണ്ട്സിലെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളൂടെ പറയാനുള്ളൂ. ടാക്സ് ഇവേഷനും അതുപോലെ തന്നെ ടാക്സ് അവോയ്ഡൻസും പിന്നെ ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ്. അങ്ങനെ നമുക്ക് 3 കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. അഡീഷണലായിട്ട് ഇനി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ വീഡിയോസായിട്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നോട്ട്സ് ആയിട്ടുള്ളത്. എനിവേ, ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ നിയമം ലംഘിക്കുക, അതിനാണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുക. അതായത് ഇപ്പോൾ എനിക്ക് ഒരു കുറച്ചധികം എമൗണ്ട് എന്തുണ്ട്, ഇൻകം ആയിട്ട് ഒരു ഫിനാൻഷ്യൽ ഇയറിലുണ്ട്. ഒരു 50-60 ലക്ഷം രൂപ എനിക്കൊരു ഫിനാൻഷ്യൽ ഇയറിൽ ഇൻകം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 60 ലക്ഷം രൂപയ്ക്ക് ഞാൻ എന്തായാലും ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു 10 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കണമെന്ന് വിചാരിക്കുക. 60 ലക്ഷം രൂപയ്ക്ക് 10 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കണമെന്ന്. ഇത് ഞാനൊരു എക്സാമ്പിൾ പറയാട്ടോ. മേ ബി അതിനേക്കാളും കുറവ് സംഖ്യ ആയിരിക്കാം ടാക്സ് അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ കൂടുതൽ സംഖ്യ ആയിരിക്കാം ടാക്സ് അടയ്ക്കേണ്ടത്. എനിവേ, ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ 10 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കാൻ എനിക്ക് സൗകര്യമില്ല. അപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്തിനാ 10 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് 60 ലക്ഷം രൂപയുള്ളത് ഞാൻ എന്ത് ചെയ്യില്ല, കാണിക്കില്ല, പുറത്ത് പറയില്ല. അത് ഞാൻ വേറെ വല്ല വഴിയും നടത്തിയിട്ട് എന്ത് ചെയ്യും, തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തി ടാക്സ് അടയ്ക്കാണ്ട് അങ്ങനെ ഗവൺമെൻറ് അറിയാത്ത രീതിയിൽ ഞാൻ എൻ്റെ വരുമാനം ഹൈഡ് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്, ടാക്സ് ഇവേഷൻ എന്ന് പറയുക. അതായത് നിയമം ലംഘിക്കുക, ടോട്ടൽ ഇൻകം എന്ത് ചെയ്യില്ല, കാണിക്കില്ല. എ പേഴ്സൺ വിത്ത് ഹോൾഡ്സ് ദ ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ദ റിയൽ ഇൻകം ഓർ മേക്സ് ഫാൾസ് ക്ലെയിം ആൻഡ് റിഡ്യൂസസ് ദ ടാക്സ് ലയബിലിറ്റി. അങ്ങനെ ആ ടാക്സ് ലയബിലിറ്റി അവരെന്ത് ചെയ്യാണ്, അവിടെ റിഡ്യൂസ് ചെയ്യാണ്, കുറയ്ക്കുകയാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ടാക്സ് എവേഷൻ. ടാക്സ് എവേഷൻ ഈസ് ഇല്ലീഗൽ ആൻഡ് ആൻറ്റി സോഷ്യൽ. ടാക്സ് എവേഷൻ എന്ന് പറയുമ്പോൾ ഇല്ലീഗലാണ്, അതായത് നിയമത്തിനെതിരാണ്, അതുപോലെ തന്നെ ആൻറ്റി സോഷ്യൽ, സമൂഹത്തിനൊക്കെ എതിരായിട്ടുള്ളൊരു കാര്യമാണത്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ കുഴൽപ്പണം എന്നൊക്കെ. ഈ കുഴൽപ്പണമൊക്കെ ഈ ടാക്സ് എവേഷന് വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. കാരണം കുഴൽപ്പണം, ടാക്സ് അടയ്ക്കാത്ത പണത്തിനെയാണ് ഈ കുഴൽപ്പണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നതൊക്കെ കുറ്റകരമല്ലേ. അപ്പോൾ എന്താ, റിയൽ ഇൻകം കാണിക്കില്ല അവിടെ. കാരണം എനിക്ക് ഒരുപാട് എന്തുണ്ട്, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇൻകം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഞാൻ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. അപ്പോൾ എനിക്കാണെങ്കിൽ ആ ടാക്സ് അടയ്ക്കാൻ തീരെ താല്പര്യമില്ല. കാരണം എന്താ, എൻ്റെ കയ്യിൽ നിന്ന് ആ ക്യാഷ് പോവുകയാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ നിന്ന് ആ ക്യാഷ് പോവുകയാണ്.
ആ ക്യാഷ് പിന്നെ എനിക്ക് കിട്ടുമോ, ഒരു കാര്യമില്ലേനും. ലൈക്ക് അങ്ങനെ നമ്മളങ്ങ് പറയുമ്പോൾ അങ്ങനെയല്ല. ടാക്സ് അടയ്ക്കുന്നതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു ബെനിഫിറ്റ്സും കിട്ടുന്നില്ല. മേ ബി പബ്ലിക്കിന് കിട്ടുമായിരിക്കും മൊത്തത്തിൽ, അല്ലാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ ഞാൻ ടാക്സ് അടച്ചു, എൻ്റെ കയ്യിൽ നിന്ന് അവർ ടാക്സ് ആയിട്ട് ഗവൺമെൻറ് വാങ്ങിച്ചു എന്ന് വിചാരിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. മേ ബി പബ്ലിക്കിന് മൊത്തമായിട്ട് എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുമായിരിക്കും. അതല്ലാണ്ട് ഒരിക്കലും എനിക്ക് ഡയറക്റ്റ് ഒരു ബെനിഫിറ്റ്സ് അതൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് ഞാൻ എന്ത് ചെയ്യും, അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫ് കോഴ്സ് നമ്മൾ തീരുമാനിക്കും. അതൊരു ഇല്ലീഗലാണ്, നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അതാണ് ടാക്സ് എവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടലിംഗ് എന്ത് ചെയ്യുക, കാണിക്കാണ്ടിരിക്കുക. ടോട്ടലിംഗും ഹൈഡ് ചെയ്തിട്ട് ഒരു കുറഞ്ഞ ഇൻകം കാണിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ ടാക്സ് അവോയ്ഡൻസ് ഈസ് ദി ആർട്ട് ഓഫ് ഇവേഡിങ് ടാക്സ് വിത്തൗട്ട് ആക്ച്വലി ബ്രേക്കിംഗ് ലോ. ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു റിഡ്യൂസ് ടാക്സ് ബൈ ലീഗൽ മീൻസ്. അതായത് ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരിക്കലും ലോ ബ്രേക്ക് ചെയ്യുന്നില്ല. അതായത് ആ ഒരു നിയമത്തിനെ നമ്മൾ മുറുകെ പിടിക്കുന്ന തന്നെയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ എന്ത് ചെയ്യണം, ഹൈഡ് ചെയ്തുകൊണ്ടാണ്, നമ്മളവിടെ കള്ളത്തരം ചെയ്തുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ടാക്സ് ഒഴിവാക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കള്ളത്തരം ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ലോ മുറുകെ പിടിക്കുക. അതായത് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഓഫ് കോഴ്സ് ഞങ്ങളത് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ അവിടെ എന്ത് റിഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടാക്സ് ലയബിലിറ്റി റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇൻഷുറൻസൊക്കെ എമൗണ്ട് ഇട്ടാൽ നമുക്ക് ആ ഒരു എമൗണ്ടിന് നമ്മൾ എന്തടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ തന്നെ അത് ഞാൻ മറ്റൊരാളുടെ പേരിലോട്ട് ഞാൻ ആ അസറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻകം ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എൻ്റെ ടാക്സ് ലയബിലിറ്റി അവിടെ കുറഞ്ഞു, മറ്റൊരാൾക്ക് ആയിക്കോട്ടെ എനിക്കവിടെ ടാക്സ് കുറഞ്ഞില്ലേ. അതാണ് ഈ ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. അതായത് അവിടെ നമ്മളവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിയമം പാലിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ടാക്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് ലയബിലിറ്റി അവിടെ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ഇതാണ് ടാക്സ് ഇവേഷനും ടാക്സ് അവോയ്ഡൻസും. ഇത് മേ ബി 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും വരാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നെക്സ്റ്റ് പറയുന്നതാണ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ്. ഇത് ഐ തിങ്ക് കുറച്ച് മുന്നേ പറയേണ്ടതായിരുന്നു, ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. എനിവേ, ജനറലി ദ ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദി അസസ്മെൻറ്റ് ഇയർ. അതായത് നമുക്കറിയാം, നമ്മൾ ഈ വർഷം ഞാൻ ടാക്സ് അടയ്ക്കണം, ഈ വർഷം എനിക്കൊരു 1000 രൂപ ടാക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. 1000 രൂപ ടാക്സിനെ അടയ്ക്കണം ഈ വർഷം. അപ്പോൾ അത് ഏത് വർഷത്തെ ടാക്സിനെ അടയ്ക്കുന്നത്, കഴിഞ്ഞ വർഷത്തെ ടാക്സാണ് ഞാൻ ഈ വർഷം അടയ്ക്കുന്നത്. അതായത് 2024-25 ഞാൻ അടയ്ക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് 2023-24 ടാക്സാണ്. ഓക്കെ, ജനറലി ദ ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദി അസസ്മെൻറ്റ് ഇയർ. അതായത് പ്രീവിയസ് ഇയറിൽ ഇൻകത്തിന് കിട്ടിയിട്ടുള്ള ടാക്സാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ എന്ത് ചെയ്യുന്നത്, അടയ്ക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഇതുവരെ നമുക്കറിയുന്ന കാര്യം. കാരണം നമ്മൾ ഇത്രയും ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിൽ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നോളജ് കിട്ടിയിട്ടുണ്ടായിരിക്കും. പ്രീവിയസ് ഇയറിലെ ടാക്സാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ അടയ്ക്കുന്നത്. ഓക്കെ, but in certain cases the income of the previous year is taxable in the same year. It is called accelerated assessment. പക്ഷേ ചില കേസിൽ പ്രീവിയസ് ഇയറിലെ ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് ടാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ആ വർഷം തന്നെ അടയ്ക്കും. ഈ വർഷമാണ് എനിക്ക് ടാക്സ് എന്നുണ്ടെങ്കിൽ ഞാനത് അടയ്ക്കേണ്ടത് അടുത്ത വർഷമാണ്, പക്ഷേ ഞാനത് ഈ വർഷം തന്നെ അടയ്ക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതും മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും വരാം, അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും വരാം കേട്ടോ. അതാണ് എന്ത് പറയുന്നത്, ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ്. ഓക്കെ, ജനറലി ദ ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദി അസസ്മെൻറ്റ് ഇയർ, ബട്ട് ഇൻ the certain case of the income of the previous year is taxable in the same year. It is called accelerated assessment. ഓക്കെ, ആ ഒരു കേസസ് ആണ് പറയുന്നത്. ഓക്കെ, ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ് അറ്റ് പോർട്ട് ഇൻ ഇന്ത്യ ഈസ് ടാക്സബിൾ ഇൻ ദി ഇയർ ഓഫ് ഏർണിംഗ് ഇറ്റ് സെൽഫ്. അതായത് ഒരു നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതായത് ഇന്ത്യയിൽ താമസിക്കാത്ത, അതായത് വിദേശത്തു നിന്ന് വന്ന ഒരാൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഷിപ്പിംഗ് ബിസിനസ് ചെയ്യാണ്. ഷിപ്പിംഗ് ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ അയാൾ അങ്ങ് പോവും. അയാൾ ഇനിയിപ്പോൾ അടുത്ത വർഷം ഇങ്ങോട്ട് വരണമെന്നൊന്നുമില്ല ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. ഷിപ്പിംഗ് ബിസിനസ്സാണ് അയാളുടെ ബിസിനസ് കഴിഞ്ഞാൽ അയാൾ അങ്ങ് പോവും.
അപ്പോൾ അയാളുള്ള കാലത്ത് അയാളെ കൊണ്ട് ടാക്സ് അടപ്പിക്കുക. അയാളിനിപ്പോൾ അടുത്ത വർഷം വന്നാലല്ലേ ടാക്സ് അടയ്ക്കാൻ പറ്റുള്ളൂ. വരുമെന്ന് വല്ല ഉറപ്പൊന്നും ഇല്ലല്ലോ. അയാൾ അവിടെ തന്നെ അയാളുടെ നാട്ടിൽ തന്നെ വേറെ വല്ല ബിസിനസ്സുമായിട്ട് അങ്ങ് കൂടിയാൽ പിന്നെ ടാക്സ് അടയ്ക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അയാളെ കൊണ്ട് ഈ തവണ നമ്മൾ എന്ത് ചെയ്യും, ടാക്സ് അടപ്പിക്കും. ഒരു നോൺ റെസിഡൻ്റ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ് അറ്റ് പോർട്ട് ഇൻ ഇന്ത്യ. രണ്ടാമത്തെ പോയിന്റ്. അതാണ് ഫസ്റ്റ് പോയിന്റ്, ടാക്സബിൾ ഇൻ ദ ഇയർ ഓഫ് ഏർണിംഗ് ഇറ്റ് സെൽഫ്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിൻ്റാണ് ഇൻകം ഓഫ് എ പേഴ്സൺ ഹൂ ഈസ് ലിവിങ് ഇൻ ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ വിത്ത് ദി ഇൻറ്റൻഷൻ ഓഫ് നോട്ട് റിട്ടേണിംഗ് ടു ഇന്ത്യ ഇൻ ദി നിയർ ഫ്യൂച്ചർ വിൽ ബി ആസസ്ഡ് ഇൻ സച്ച് ഇയർ ഇറ്റ് സെൽഫ്. അതായത് ഒരാൾ ഇന്ത്യയിൽ നിന്ന് പോവുകയാണ്. അതായത് ഞാനിപ്പോൾ പോവുകയാണ്, ഞാൻ ഈ വർഷമാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. ഞാൻ ഈ വർഷം ഞാൻ പോവുകയാണ്. അപ്പോൾ ഈ ടാക്സ് ചുമത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിന് തോന്നുകയാണ് ഇനി ഞാനിപ്പോൾ അടുത്തൊന്നും ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. ഇപ്പോൾ അടുത്തൊന്നും പറഞ്ഞാൽ ഒരു അടുത്ത വർഷമൊന്നും ഞാൻ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. ഞാൻ പോവല്ലേ, ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ ഇനി അവിടെ വിദേശത്ത് സെറ്റിലാവുകയാണ്. അപ്പോൾ ഇനി അവൾ ചിലപ്പോൾ ഇങ്ങോട്ട് ഇനിയിപ്പോൾ അടുത്തൊന്നും വരുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അവളുടെ ഈ വർഷത്തെ ടാക്സ് നമുക്കിപ്പോൾ തന്നെ അവളെ കൊണ്ട് അങ്ങ് അടുപ്പിക്കാമെന്ന് ആ ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങ് തീരുമാനിക്കും. ഓക്കെ, അതാണ് പറഞ്ഞത് ഇൻകം ഓഫ് എ പേഴ്സൺ ഹൂ ഈസ് ലിവിങ് ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് നോട്ട് റിട്ടേണിങ് ടു ഇന്ത്യ. അവിടെ അവർക്കൊരു ഇൻറ്റൻഷൻ ഇല്ല, ഇങ്ങോട്ട് തിരിച്ച് വരുന്നുള്ളൊരു ഉറപ്പ് അവിടെ ഇല്ല. ഇൻ ദ നിയർ ഫ്യൂച്ചർ വിൽ ബി ആസസ്ഡ് ഇൻ സച്ച് ഇയർ ഇറ്റ് സെൽഫ്. ഓക്കെ, അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ തന്നെ ടാക്സ് അടപ്പിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോൺ റെസിഡൻ്റ് ആയുള്ള ഒരാൾ ഒരു ഷിപ്പിംഗ് ബിസിനസ്സിന് വന്നാൽ അയാൾ അപ്പോൾ ഏൺ ചെയ്തതിന് ആ വർഷം തന്നെ എന്ത് ചെയ്യും, ടാക്സ് അടപ്പിക്കും. സെക്കൻഡ് പറയുന്നതാണ് ഒരാൾ ഇന്ത്യയിൽ നിന്ന് പോവുകയാണ്, അയാൾക്ക് എന്തോ ഒരു ഇൻറ്റൻഷൻ ഇല്ല, ഇങ്ങോട്ട് തിരിച്ച് വരും, ഇപ്പോൾ അടുത്തൊന്നും ഇങ്ങോട്ട് തിരിച്ച് വരുന്ന പ്രീവിയസ് ഇയർ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് നോട്ട് റിട്ടേണിംഗ് ടു ഇന്ത്യ ഇൻ ദി നിയർ ഫ്യൂച്ചർ വിൽ ബി ആസസ്ഡ് ഇൻ സച്ച് ഇയർ ഇറ്റ് സെൽഫ്. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് തോന്നുകയാണ് ഇനിയിപ്പോൾ അവൾ ഇപ്പോൾ അടുത്തൊന്നും ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ ടാക്സ് ഇപ്പോൾ തന്നെ അങ്ങ് അടപ്പിക്കാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഇൻകം ഓഫ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ഈ AOP എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. അതുപോലെ തന്നെ BOI എന്ന് പറയുന്നത് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ഫോംഡ് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ ഷാൾ ബി ചാർജബിൾ ടോട്ടൽ ഇൻ ദ ഇയർ ഇൻ വിച്ച് ഇറ്റ്സ് ഡിസോൾവ്ഡ്. അതായത് ഈ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ബോഡി ഓഫ് ഇൻഡിവിജ്വലൊക്കെ ഒരു ചെറിയ കാലത്തേക്കായിരിക്കും ഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് എന്തെങ്കിലും പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് അവർക്കൊരു കോമൺ പർപ്പസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അവർ ആ ഒരു കോമൺ പർപ്പസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കോമൺ ആക്ഷൻ ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു കോമൺ പർപ്പസ് അവർ നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൻ്റെയോ അതല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വലിൻ്റെയോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയില്ല അത് അടുത്ത വർഷം ഉണ്ടായിരിക്കുന്നു. ചിലപ്പോൾ അത് ഈ വർഷം തന്നെ അവരുടെ ആ ഒരു കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് അപ്പം തന്നെ അടച്ചു പൂട്ടാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ടാക്സ് അടയ്ക്കാൻ കഴിയില്ല എന്നല്ല, ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടില്ല. കാരണം എന്താ, നമ്മുടെ ആ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ആ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ അവരവിടെ അടച്ചു പൂട്ടി കഴിഞ്ഞു, അവരത് ക്ലോസ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലും അവരെന്ത് ചെയ്യും, ഈ അസോസിയേഷൻ ഓഫ് പേഴ്സണിനെ കൊണ്ടും ബോഡി ഓഫ് ഇൻഡിവിജ്വലിനെ കൊണ്ടും ടാക്സ് അടപ്പിക്കും. ഓക്കെ, ആ വർഷം തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ വർഷം 1000 രൂപ ടാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർഷം തന്നെ ടാക്സ് അടയ്ക്കണം. ഓക്കെ, അതാണ് അത് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് ആൻ അസസി ഈസ് ലൈക്ലി ടു ട്രാൻസ്ഫർ ഹിസ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ് ദ ടോട്ടൽ ഇൻകം ഓഫ് സച്ച് ട്രാൻസ്ഫർ ടു പ്ലേസ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാക്സ് അവോയ്ഡൻസ് എന്ന്. ടാക്സ് അവോയ്ഡൻസിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, അവിടെ ഒരിക്കലും ലോ ബ്രേക്ക് ചെയ്യുന്നില്ല. ലോ ബ്രേക്ക് ചെയ്യാണ്ടാണ് ടാക്സ് ലയബിലിറ്റി റിഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസ് അത് അവിടെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റത്തെ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. അങ്ങനെ 1-2 കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈഫ് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ എമൗണ്ടിന് നമ്മൾ എന്ത് കൊടുക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മറ്റൊരാളുടെ പേരിലേക്ക് പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ ടാക്സ് ലയബിലിറ്റി അവിടെ എന്ത് ചെയ്യും, റിഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്താലും അതൊക്കെ എന്താണ്, ടാക്സ് അവോയ്ഡൻസ് ആണ്. അപ്പോൾ
അത് ചെയ്യുകയാണെന്ന്, അതായത് ഇഫ് ആൻ അസസി ഈസ് ലൈക്ലി ടു ട്രാൻസ്ഫർ ഹിസ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ പേരിലോട്ട് എൻ്റെ പ്രോപ്പർട്ടി ഞാൻ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അത് ആർക്ക് തോന്നുകയാണ് അങ്ങനെ ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവളുടെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് തോന്നിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് നിൻ്റെ ഈ വർഷത്തെ ടാക്സ് നീ ഇപ്പം തന്നെ അടയ്ക്കണം, നീ അടുത്ത വർഷത്തേക്ക് വെക്കണ്ടെന്ന്. അങ്ങനത്തെ സിറ്റുവേഷൻസും ഉണ്ട്. അതാണ് ഈ പറയുന്നത് ഇഫ് ആൻ അസസി ഈസ് ലൈക്ലി ടു ട്രാൻസ്ഫർ ഹിസ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ് ദ ടോട്ടൽ ഇൻകം ഓഫ് സച്ച് ട്രാൻസ്ഫർ ടു പ്ലേസ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത്. ഐ തിങ്ക് ഞാൻ എൻ്റെ നോട്ട്സ് കൊടുത്തതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ വരുന്ന ആ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഒക്കെ ഐ തിങ്ക് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കുറേ പേരുടെ കമൻസൊക്കെ ഞാൻ കണ്ടു. ഒത്തിരി സന്തോഷം, കാരണം ഒരുപാട് പേര് പോസിറ്റീവായിട്ടെടുത്ത് നല്ല നല്ല കമൻസൊക്കെ ഇടുന്നുണ്ട്. കുറേ ഒന്നും ഇല്ലെങ്കിലും പറഞ്ഞത് ഐ തിങ്ക് ഐ എം വെരി ഹാപ്പി. എനിവേ നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻ്റ് ഇടുക. ഇൻകം ടാക്സ് ആണ്, കുറച്ച് ടഫാണ്. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. എങ്ങനെയാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊന്നും പറയാനൊക്കത്തില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെയൊക്കെ നോട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നോട്ട്സ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുക. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ കയറുക. ചാനലിൻ്റെ താഴെ ഹായ് എന്ന് എഴുതിയെടുത്ത് അവിടെ ഉണ്ടാകും എൻ്റെ ടെലഗ്രാമിൻ്റെ ലിങ്ക്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ടെലഗ്രാം ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അങ്ങനെ ചെയ്യാം കേട്ടോ. അതല്ല ഇത് രണ്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. ഓക്കെ, താങ്ക് യു.